ഹലോ ഗൈസ്, വെൽക്കം ടു എമീൻ അക്വേറിയം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഫിഷാണ് ആൽബിനോ കോറിഡോറ ക്യാറ്റ് ഫിഷ്. കോമൺലി ഈ ഫിഷിനെ വിളിക്കുന്നത് കോറി ക്യാറ്റ് ഫിഷ് എന്നാണ്. കോറിഡോറാസിൽ കുറച്ചധികം വെറൈറ്റികളുണ്ട്. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫിഷാണ് ആൽബിനോ കോറിഡോറ എന്ന് പറയുന്നത്. ആൽബിനോ എന്ന് പറഞ്ഞാൽ അറിയാൻ എല്ലാവർക്കും വൈറ്റ് കളറായിരിക്കും, പിന്നെ അതുപോലെ തന്നെ കണ്ണ് റെഡ് ആയിരിക്കും. പിന്നെ ഇതിൽ തന്നെ ഇവരെ പാണ്ട ടൈപ്പ് വരുന്നുണ്ട്, ഗ്രീൻ ടൈപ്പ് വരുന്നുണ്ട്, അങ്ങനെ കുറച്ചധികം വെറൈറ്റികൾ വരുന്നുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഫിഷാണ് ആൽബിനോ കോറിഡോറാസ് എന്ന് പറയുന്നത്. ഇവർ മറ്റ് ഫിഷുകൾക്കോ അതുപോലെ ഷ്രിമ്പുകൾക്കോ പാൻസിനോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. എന്തിനേയും കടിച്ച് ഡാമേജ് ആക്കുക അല്ലെങ്കിൽ എന്തിനെ ഉപദ്രവിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കാറ്റ് ഫിഷ് വിഭാഗത്തിൽപ്പെട്ട ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇവർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ എടുത്തിട്ടാണ് ഇവർ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി എല്ലാ വാട്ടർ കണ്ടീഷനിലും ഇവർ സർവൈവ് ആവും. ചില വെള്ളം ഇച്ചിരി ബാഡ് കണ്ടീഷൻ ആണെങ്കിലും ഇവർക്കത് പ്രശ്നമല്ല. പിന്നെ ഇവരെപ്പോഴും ആക്റ്റീവായിട്ടുള്ളൊരു ഫിഷാണ്. മോസ്റ്റ്ലി ഇവരെ കാണാൻ നമ്മൾ ടാങ്കിൻ്റെ ബോട്ടം സൈഡിലോ അല്ലെങ്കിൽ സെൻറ്റർ മിഡ് ആ ഒരു സൈഡിലായിരിക്കും ഇവരെ കാണാം. ഇവർ ആകെ ശ്വസിക്കാനും പിന്നെ എന്തെങ്കിലും പെല്ലറ്റ് ഫുഡ് നമ്മൾ ഫ്ലോട്ടിങ് ഇട്ട് കൊടുത്ത് അത് കഴിക്കാനും മാത്രമേ മുകളിലേക്ക് വരുള്ളൂ. അല്ലാത്ത ടൈം മുഴുവൻ നമ്മളുടെ ടാങ്കിൻ്റെ ബോട്ടം സൈഡിലായിരിക്കും. പ്ലാന്റ് ടാങ്കിലേക്ക് സൂട്ടായിട്ടുള്ള ഒരു ഫിഷും കൂടിയാണത്. ഇത് ആകെ കൂടി ഒരു 3 ഇഞ്ചൊക്കെയാണ് മാക്സിമം വലുപ്പം വയ്ക്കാൻ. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു 1.5 ഇഞ്ച് ആ സൈസിലുള്ള ഫിഷാണ്. 1 ഇഞ്ച് 1.5 ഇഞ്ച് സൈസുള്ള ഫിഷുകളാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അത് ഒരു 3 ഇഞ്ചൊക്കെ എത്താൻ അത്യാവശ്യം ടൈം എടുക്കും. പിന്നെ അത്യാവശ്യം നല്ല ലൈഫ് സ്പാനുള്ള ഫിഷാണ്. അതുപോലെ തന്നെ നല്ല സ്കൂളിംഗ് ആയിട്ടുള്ള ഫിഷാണ്. റിവർ സാൻഡ് അതുപോലെ തന്നെ അക്വേറിയം സോയിലൊക്കെ ഇട്ടുള്ള അക്വേറിയങ്ങളിൽ ഇതിൻ്റെ ടൈമിൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ മിനിമം ഒരു 4-ത്തിനെങ്കിലും ഇടാൻ ശ്രമിക്കുക. സ്കൂളിംഗ് ഫിഷ് ആയതുകൊണ്ട് ഒരു പീസ് കളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഫിഷുകളാണ്. പിന്നെ ഈ ഫിഷ് ഇപ്പോൾ നമ്മളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൾ കേരള നമുക്ക് കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.